ഇന്നും വളരെ ഭയാനകമായ അമാനുഷികത നിറഞ്ഞ ഒരു സംഭവമാണ് കാണാൻ പോകുന്നത്. പൊതുവെ ഒരു പ്രേത സിനിമയായാലും പ്രേത കഥയായാലും അതിലൊരു ബംഗ്ലാവ് അല്ലെങ്കിൽ വീട്, അതിനകത്ത് ആരെങ്കിലും മരിച്ചിട്ടുണ്ടാകും. അവരുടെ ആത്മാവ് അവിടെയുള്ളവരെ ഭയപ്പെടുത്തി കൊല്ലും. ഇങ്ങനെയുള്ള ഒരു യഥാർത്ഥ സംഭവത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. എന്നാൽ ഇവിടെ ഒന്ന് രണ്ട് അമാനുഷികമായ സംഭവങ്ങളല്ല നടന്നത്, പല സംഭവങ്ങൾ നടന്നു. അങ്ങനെ ഒരു കൊട്ടാരത്തെക്കുറിച്ചാണ് കാണാൻ പോകുന്നത്. ലീപ് കാസിൽ. ഈ കൊട്ടാരം അയർലൻഡിലുള്ള വളരെ ഫേമസ് ആയ പാരനോർമൽ നടക്കുന്ന സ്ഥലം മാത്രമല്ല, പല തലമുറകളായി പല അമാനുഷികമായ സംഭവങ്ങൾ നടന്നതുകൊണ്ട് തന്നെ ഈ ഒരു കൊട്ടാരത്തെക്കുറിച്ച് പല നാടുകൾ അറിയുകയും പല TV ഷോസ്, പാരനോർമൽ റിസർച്ചേഴ്സ്, ഇങ്ങനെ പല ഇൻവെസ്റ്റിഗേഷൻ ഇതിനകത്ത് നടന്നിട്ടുണ്ട്. ഈ കൊട്ടാരം എപ്പോൾ പണിതു എന്നുള്ളത് തന്നെ വളരെ കുഴപ്പം നിറഞ്ഞതാണ്. ചിലർ ഇത് 12-ാം നൂറ്റാണ്ടിൽ പണിതുവെന്നും മറ്റു ചിലർ ഇത് 15-ാം നൂറ്റാണ്ടിൽ പണിതുവെന്നും പറയുന്നു. ഈ കൊട്ടാരം പണിയുന്നതിന് മുൻപ് ഈ സ്ഥലത്തെ മതപണ്ഡിതന്മാർ ആക്രമിച്ചിരുന്നു. ഈ കൊട്ടാരത്തെ ഓബനാംസ് എന്ന ഒരു ഇനത്തിലുള്ളവരാണ് പണിതിരിക്കുന്നത്. ഈ ഓബനാം എന്നത് വളരെ സമ്പന്നരായിരുന്നു. ഈ ഓബനാം ബ്രദേഴ്സ് 2 പേരുണ്ടായിരുന്നു. ഇവർ 2 പേരിൽ ആര് ഈ സമൂഹത്തെ ഭരിക്കാൻ പോകുന്നു എന്നുള്ളതിന് ഒരു മത്സരം തന്നെ നടന്നു. ആ മത്സരത്തിൽ ആരാണോ അവസാനം ജീവനോടുകൂടി ഉള്ളത് അവരായിരിക്കും ആ സമൂഹത്തിന് ലീഡർ ആയിരിക്കുക. അയാളായിരിക്കും ഈ ലീപ് കാസിൽ പണിതത് എന്നും പറയുന്നു. അങ്ങനെ ഈ മത്സരത്തിൽ ഒരാൾ മരിക്കുന്നു, ഒരാൾ ലീഡറാകുന്നു. ഈ ലീപ് കാസിൽ പണിയുന്നതിന് മുൻപ് തന്നെ ഈ സ്ഥലത്ത് ഒരു രക്ത പോരാട്ടം തന്നെ തുടങ്ങിയിരുന്നു. ഈ ഓബനോൺ സമൂഹം ഒരുപാട് ദിവസമൊന്നും ഇവിടെ താമസിച്ചില്ല. കാരണം കരോൾസ് എന്ന ഒരു സമൂഹം വരികയും ഈ ഓബനോൺ സമൂഹത്തെ നശിപ്പിച്ച് ഈ സ്ഥലത്തെ ആക്രമിച്ചു. ഈ കരോൾസ് വളരെ സ്വാർത്ഥതയുള്ള മൃഗീയമായ രാക്ഷസന്മാരായിരുന്നു. ഈ ലീപ് കാസിൽ കരോൾസിന്റെ കയ്യിൽ വന്നതിന് ശേഷം ക്രൂരമായ പല മനുഷ്യത്വമില്ലാത്ത മരണങ്ങളും സംഭവിക്കാൻ തുടങ്ങി. കൂടാതെ ലീപ് കാസിൽ ഒരുപാട് അമാനുഷികമായ സംഭവങ്ങൾ നടക്കുന്നതിന് ഈ കരോൾസ് ആണ് തുടക്കപ്പുള്ളി എന്നും പറയുന്നു. ഇതിനുശേഷം ഈ കരോൾസിന്റെ ലീഡർ മരിക്കുന്നു. ആ ഒരു പദവിയിലേക്ക് ആര് വരുമെന്നുള്ള ഒരു മത്സരം നടക്കുന്നു. ഈ കരോൾസ് ലീഡറിന് 2 മക്കളുണ്ടായിരുന്നു. ഒരാൾ താഡിയാസ്, മറ്റൊരാൾ തെഗി. ഈ താഡിയാസ് ഒരു മതപണ്ഡിതനായിരുന്നു. ഈ താഡിയാസിനെ കൊന്നാൽ മാത്രമേ തനിക്ക് ലീഡറാകാൻ കഴിയൂ എന്ന് തെഗി ചിന്തിക്കുകയും ജനങ്ങളെല്ലാം കൂടി നിൽക്കുമ്പോൾ തന്നെ താഡിയാസിനെ കൊല്ലുകയും ചെയ്തു. അങ്ങനെ പദവിക്ക് വേണ്ടി സ്വന്തം സഹോദരനെ കൊന്നതുകൊണ്ട് തെഗിയെ ബ്ലഡി ചാപ്പൽ എന്നും പറയുന്നു. ഈ മരിച്ചുപോയ താഡിയാസിന്റെ ആത്മാവ് ഇവിടെ പ്രേതാത്മാവായി അലയുന്നുവെന്നും ഒരു കഥ പറയുന്നു. അതിനുശേഷം ഈ കരോൾസ് ചെയ്ത മനുഷ്യത്വമില്ലാത്ത കൊലപാതകങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട മരണമായി കരുതപ്പെടുന്നത് മെക്മഹൻസ് കുടുംബത്തിന്റെ മരണമായിരുന്നു. ഈ മെക്മഹൻസും കരോൾസ് പോലുള്ള വളരെ പ്രസിദ്ധമായൊരു സമൂഹമായിരുന്നു. ഇവർ പല സ്ഥലങ്ങളിൽ യുദ്ധം ചെയ്ത് ആ സ്ഥലങ്ങളെ കയ്യിലാക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഈ മെക്മഹൻസിലുള്ളവർ കരോൾസിന്റെ ഒരു ഭാഗത്തുള്ള ജനങ്ങളെ തോൽപ്പിക്കുകയും ആ ഒരു സ്ഥലത്തെ കയ്യിലാക്കി. ഇതറിഞ്ഞ കരോൾസ് മെക്മഹൻസ് കുടുംബത്തിനെ നശിപ്പിക്കാനായി കാത്തിരുന്നു. അതിനുവേണ്ടി ഒരു വിരുന്ന് വയ്ക്കുന്നതായി പറഞ്ഞ് ലീപ് കാസിലേക്ക് വിളിച്ചു വരുത്തി. എന്നാൽ ഈ കരോൾസ് ഇവരെ വിരുന്നിനു വേണ്ടി വിളിച്ചതല്ല. അവരുടെ സ്ഥലങ്ങളിൽ ഒരു ഭാഗം പിടിച്ചെടുത്ത് കീഴടക്കിയതുകൊണ്ട് അവർക്ക് കൊടുക്കാനിരുന്ന ഭക്ഷണത്തിൽ വിഷം കലർത്തി അവരെ കൊല്ലാനായിരുന്നു വിളിച്ചു വരുത്തിയത്. അതറിയാതെ മെക്മഹൻസ് കുടുംബം ഇവിടെ വരികയും ആ ഭക്ഷണം കഴിക്കുകയും മരിക്കുകയും ചെയ്തു. ഈ ഒരു കൊലപാതകമാണ് ഇവിടെ നടന്നതിൽ വെച്ച് ഏറ്റവും മനുഷ്യത്വമില്ലാത്ത കൊലപാതകമായി കരുതപ്പെടുന്നത്. ഇതിനുശേഷം ഇവിടെ അധികമായ അമാനുഷിക സംഭവങ്ങൾ നടക്കാൻ തുടങ്ങി. ഇത് കഴിഞ്ഞ് ഇവിടെ റെഡ് ലേഡി എന്ന ഒരു ആത്മാവ് ഉള്ളതായും അത് വളരെ ഉയരമുള്ളതും ചുവന്ന നിറത്തിലുള്ള വസ്ത്രം ധരിച്ച് കയ്യിൽ വളരെ കൂർത്ത കത്തിയുമായി അലയുന്നുവെന്നും പറയുന്നു. ഈ ആത്മാവിന് പിന്നിലൊരു വലിയ കഥയും പറയുന്നുണ്ട്. ഈ കരോൾസ് ഈ സ്ത്രീയെ തൂക്കിക്കൊണ്ടുവന്ന് അടച്ചു വെച്ച് പല തവണ അവളെ ശാരീരികമായി പീഡിപ്പിച്ചു. ഇത് കാരണം അവൾക്കൊരു കുഞ്ഞും ജനിച്ചു. ഈ കുഞ്ഞിനെ കരോൾസ് കൊല്ലുന്നു. ഇതിൽ ദേഷ്യവും അമർഷവും തോന്നിയ ആ പെൺകുട്ടി ഇവരോട് പ്രതികാരം ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെ കത്തി പോലുള്ള വളരെ കൂർത്ത ഒരു ആയുധമെടുത്ത് തൻ്റെ കഴുത്തറുത്ത് മരിക്കുന്നു. അവളാണ് ഈ കരോൾസിനെ പ്രതികാരം ചെയ്യാനായി ഈ സ്ഥലത്ത് ആത്മാവായി അലയുന്നതായും ഒരു കഥ പറയുന്നു. ഈ കരോൾസ് എത്ര മോശമായവരാണ് എന്നതിന് മറ്റൊരു സംഭവം കൂടെയുണ്ട്. 1900 ഈ ഒരു കൊട്ടാരത്തിന്റെ മതിൽ ചുവരിനടുത്ത് ഒരു രഹസ്യമായ കഥകുണ്ടായിരുന്നു. ആ കഥകിന് പിന്നിൽ എന്തുണ്ടെന്ന് ആർക്കും അറിയില്ല. ഒരു ദിവസം ആ കഥക് തുറന്നു നോക്കിയപ്പോൾ എല്ലാവരും ഞെട്ടി.
അവിടെ മുഴുവനും മരം കൊണ്ടുള്ള കൂർത്ത കമ്പുകൾ കുത്തിവെച്ചിരിക്കുകയായിരുന്നു. അതിൽ മുഴുവനും അഴുകിയ ശവങ്ങളും മനുഷ്യന്റെ എല്ലിൻ കഷ്ണങ്ങളും അസ്ഥിക്കുടവും എല്ലാം ഇരിക്കുന്നുണ്ടായിരുന്നു. അതെന്തെന്ന് ചോദിച്ചാൽ, ഈ ഓക്കറോൾസ് അവർക്ക് ഇഷ്ടമില്ലാത്ത ശത്രുക്കളെ വിരുന്നിന് വിളിക്കുകയും ഇത് നിങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്ന അറയാണെന്ന് പറഞ്ഞ് അവരെ ആ കതക് തുറക്കാൻ ആവശ്യപ്പെടും. അവരും വളരെ സന്തോഷത്തോടു കൂടി ആ കതക് തുറക്കുമ്പോൾ അതിനകത്തേക്ക് അവരെ തള്ളിയിടും. അങ്ങനെ ആ കൂർത്ത കമ്പുകളിൽ ചെന്ന് വീഴുന്ന ഇവർ മരിക്കുകയും ചെയ്യും. അവിടെ ഉണ്ടായിരുന്ന എല്ലിൻ കഷ്ണങ്ങളും ശവങ്ങളും എടുത്തുകൊണ്ടു പോകാൻ തന്നെ 3 വണ്ടി വേണ്ടി വന്നു. ഇതിനുശേഷം ഈ ഓക്കറോൾസിന്റെ ഭരണം ഒരുപാട് ദിവസമൊന്നും നീണ്ടു നിന്നില്ല. ഭരണം മാറേണ്ട കാലം വന്നു. അതെപ്പോഴെന്ന് ചോദിച്ചാൽ, ഈ ഓക്കറോൾസ് ഇംഗ്ലണ്ടിലെ ഒരു തടവുകാരനെ പിടിക്കുകയും അവനെ അവരുടെ ജയിലിലാക്കുകയും ചെയ്തു. അവന്റെ പേര് ക്യാപ്റ്റൻ ഡാർവി. ഈ ഓക്കറോൾസിന്റെ നേതാവിന് ഒരു മകൾ ഉണ്ടായിരുന്നു. ഈ നേതാവിന്റെ മകൾക്കും ഡാർവിക്കും ഇടയിൽ ഒരു പ്രണയമുണ്ടായി. ഈ പ്രണയം കാരണം ഈ പെൺകുട്ടി ഇടയ്ക്കിടയ്ക്ക് ഡാർവിക്ക് ഭക്ഷണവും വെള്ളവും എല്ലാം കൊണ്ടുപോയി കൊടുക്കും. ഒരു ദിവസം ഈ നേതാവിന്റെ മകൾ, ഞാൻ നിന്നെ രക്ഷപ്പെടുത്താൻ സഹായിക്കാം, നമുക്ക് 2 പേർക്കും ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാം എന്ന് പദ്ധതിയിട്ടു. അതുപോലെ രക്ഷപ്പെടുകയും ചെയ്തു. എന്നാൽ അങ്ങനെ രക്ഷപ്പെട്ടു പോകുമ്പോൾ ഓക്കറോൾസിന്റെ നേതാവ് ഇത് കണ്ടു. അതിലുണ്ടായ പ്രശ്നത്തിൽ ഡാർവി ആ നേതാവിനെ കൊല്ലുന്നു. ഇതിനുശേഷം ഓക്കറോൾസിന് യാതൊരു അവകാശവുമില്ലാതായി. ആ ഒരു നേതാവിന്റെ സ്ഥാനത്തേക്ക് വരാൻ ആരുമില്ലാതായി. നേതാവിന് ഒരേ ഒരു മകളാണുള്ളത്. ആ മകളാണെങ്കിൽ ഡാർവിയെ പ്രണയിക്കുന്നു. അങ്ങനെ ഇവർ 2 പേരും വിവാഹം കഴിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ എപ്പോഴത്തെയും പോലെ ആ പെൺകുട്ടിയുടെ ഭർത്താവായ ഡാർവിയിലേക്ക് ഭരണം പോകുന്നു. ഈ ക്യാപ്റ്റൻ ഡാർവിയെ വൈൽഡ് ക്യാപ്റ്റൻ എന്നും പറയും. ഡാർവി ഒരു സ്വാർത്ഥനായിരുന്നു. ചുറ്റുമുള്ള സ്ഥലങ്ങളെല്ലാം യുദ്ധം ചെയ്ത് തനിക്ക് കീഴിൽ അടിമപ്പെടുത്തി. അതുകൂടാതെ അവിടെ ഉണ്ടായിരുന്ന സമ്പത്തെല്ലാം കൊണ്ടുവന്ന് കൊട്ടാരത്തിൽ പല സ്ഥലങ്ങളിലായി മാറ്റി മാറ്റി ഒളിപ്പിച്ചു വെച്ചു. ഇങ്ങനെ സമ്പത്ത് കൊള്ളയടിക്കാൻ പോകുമ്പോൾ ജെഫിൻ എന്ന സ്ഥലത്ത് ഡാർവി തോൽക്കുകയും അയാളെ തടവിലാക്കുകയും ചെയ്തു. അതിനുശേഷം ഈ ഡാർവിയെ പാതാള അറയിൽ പല വർഷം അടച്ചു വെച്ചു. അങ്ങനെ അടഞ്ഞു കിടന്നതുകൊണ്ട് അയാളെ ഇത് മാനസികമായി വല്ലാതെ ബാധിച്ചു. മാനസിക നില തെറ്റ് ഇയാളെ ഇനി ഇവിടെ വച്ചിരുന്നിട്ട് കാര്യം ഇല്ല എന്ന് കരുതിയ അവർ അയാളെ മോചിപ്പിച്ചു. ഡാർവിക്ക് സമ്പത്തിൽ അധിക സ്വാർത്ഥതയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ മാനസികമായ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ അവൻ എവിടെയാണ് ആ സമ്പത്തെല്ലാം ഒളിച്ചു വച്ചത് എന്ന് അവന് പോലും അറിയില്ല. അതിനെ തേടി തേടി അലയാൻ തുടങ്ങി. അവസാനം മരിച്ചും പോകുന്നു. അങ്ങനെ മരിച്ചുപോയ ക്യാപ്റ്റൻ ഡാർവിയുടെ ആത്മാവ് രാത്രി സമയങ്ങളിൽ ഈ കാസിലിനെ ചുറ്റിത്തിരിയാറുണ്ടെന്നും ഒരു കഥ പറയുന്നു. അടുത്തത് മിൽഡ്രഡ് ഡാർവി. ഈ മിൽഡ്രഡ് ഡാർവി ആരെന്ന് ചോദിച്ചാൽ ക്യാപ്റ്റൻ ഡാർവിയുടെ സമൂഹത്തിൽ ചേർന്ന ഒരാളാണ്. ഈ മിൽഡ്രഡ് വളരെ വിചിത്രമായൊരു മനുഷ്യനായിരുന്നു. അതായത് ആത്മാക്കളുമായി സംസാരിക്കുന്നത്, ബ്ലാക്ക് മാജിക് തുടങ്ങിയ ജോലികളെല്ലാം ചെയ്യുന്ന ഒരു വ്യക്തി. ഒരു ഇരുട്ട് ലോകത്തായിരുന്നു അയാൾ ജീവിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ മിൽഡ്രഡ് ഏത് ആത്മാവുമായാണ് സംസാരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ആ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകാൻ തുടങ്ങി. ഇപ്പോൾ പകുതി പേർ പറഞ്ഞത് ഈ കൊട്ടാരം പണിതതിന് മുൻപ് തന്നെ മതപണ്ഡിതന്മാർ ഈ ഒരു സ്ഥലത്തെ സംരക്ഷിക്കാനായി പല ആത്മാക്കളെയും കാവലിന് ഉപയോഗിച്ചിരുന്നു. എന്നാൽ മറ്റു ചിലർ പറയുന്നത് ഈ ഓക്കറോൾ സമൂഹത്തിലെ ഒരാൾ രോഗം കാരണം മരിച്ചതായും അയാൾ കാരണമാണ് ഇവിടെ അമാനുഷികമായ പല സംഭവങ്ങൾ നടക്കുന്നതെന്നും പറയുന്നു. ഇതിന് മിൽഡ്രഡ് പറഞ്ഞത് ആത്മാക്കൾ എന്ന് പറഞ്ഞാൽ നിഴൽ പോലുള്ള ഒരു രൂപത്തെ കാണാൻ സാധിക്കും. അത് വരുന്ന സമയത്ത് ശരീരം അഴുകിയതുപോലുള്ള ഒരു ദുർഗന്ധം വരുമെന്നും പറയുന്നു. അതുകൂടാതെ ഈ ഡെറി സമൂഹം 1922 ഈ ഒരു കൊട്ടാരത്തെ വിട്ടു പോകുന്നു. ആ സമയം അയർലാൻഡിനും ഇംഗ്ലണ്ടിനും ഇടയിൽ യുദ്ധം നടക്കുകയായിരുന്നു. ഇംഗ്ലണ്ട് പല നാടുകളെയും യുദ്ധം ചെയ്ത് അവർക്ക് കീഴിലാക്കി. അതുകൊണ്ട് തന്നെ അയർലാൻഡിലെ ജനങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടാൻ തുടങ്ങി. ഈ പ്രതിഷേധത്തിന്റെ പ്രധാന ഒരു സ്ഥലമായി കണ്ടത് ഈ ലീപ് കാസിലായിരുന്നു. കാരണം ഈ ഒരു പ്രതിഷേധത്തിൽ ലീപ് കാസിൽ പകുതിയോളം നശിക്കുന്നു. അതിനുശേഷം അയർലാൻഡും വിമോചിതരായി. ഇത് കഴിഞ്ഞ് ലീപ് കാസിൽ ഡെറിയുടെ ഒരു സുഹൃത്താണ് വാങ്ങിയതും താമസിച്ചതും. ഈ കൊട്ടാരം വാങ്ങിയ കുറച്ച് ദിവസത്തിൽ തന്നെ അയാളുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ രക്തയോട്ടം കുറയുകയും ശരീരം അഴുകി മരിക്കുകയും ചെയ്തു. ഇത് കഴിഞ്ഞ് ഈ ഒരു കൊട്ടാരം 70 വരെയും ആരും വാങ്ങാൻ തയ്യാറായില്ല. 70-ന് ശേഷം പീറ്റർ പോട്ട്ലറ്റ് എന്ന ഒരു ഓസ്ട്രേലിയൻ വാങ്ങി. ഈ പീറ്റർ ആരെന്ന് ചോദിച്ചാൽ ഈ കൊട്ടാരം പണിത ഓ ബനോൺ സമൂഹത്തിലുള്ള ഒരാളായിരുന്നു. ഈ ലീപ് കാസിൽ വീണ്ടും പുതുക്കി പണിയാൻ തുടങ്ങി. പണി നടക്കുമ്പോൾ തന്നെ പല അമാനുഷികമായ സംഭവങ്ങളും നടക്കുന്നു. അതുകൊണ്ട് ഈ വീട്ടിലുള്ള ആത്മാക്കളെ പുറത്താക്കിയതിനു ശേഷം മാത്രമേ വീട് പണിയാൻ പാടുള്ളൂ എന്ന് ചിന്തിക്കുന്നു. അതിനുവേണ്ടി വൈറ്റ് വിച്ച് എന്ന ഒരു പ്രേതബാധ ഒഴിപ്പിക്കുന്നയാളെ കൊണ്ടുവരുന്നു. ഈ വൈറ്റ് വിച്ച് ആത്മാക്കളെ പുറത്താക്കാൻ ശ്രമിച്ചിട്ട് പറഞ്ഞത് ഇവിടെയുള്ള ആത്മാക്കൾ ഈ കൊട്ടാരത്തെ വിട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല, അവർ അത് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഈ ആത്മാക്കൾ ആർക്കും യാതൊരു ശല്യമാകില്ല എന്നും പറയുന്നു.
ഇതിനുശേഷം പീറ്ററിന്റെ ശാരീരിക നില മോശമാവുകയും അയാൾ 1989 മരിക്കുന്നു. ഇപ്പോൾ 1991 റെയിൻ അയാളുടെ ഭാര്യ ആനി ഈ ലീപ് കാസിൽ വാങ്ങുന്നു. ഈ റെയിൻ പീറ്റർ ഉപേക്ഷിച്ചിട്ട് പോയ പണികൾ വീണ്ടും തുടങ്ങി. അത് പുതുക്കിപ്പണിന്ന സമയത്ത് റെയിന് പല അപകടങ്ങൾ നടക്കുകയും ശരീരത്തിൽ പല ഫ്രാക്ചർ ഉണ്ടായി. എങ്കിലും ഈ പണികൾ കുറച്ച് ദിവസം മാറ്റിവെച്ചതല്ലാതെ അതൊന്നും അവസാനിപ്പിച്ചില്ല. അവസാനം ഈ ലീപ് കാസിൽ പുതുക്കിപ്പണിതു. റെയിൻ ഭാര്യ ആനിക്ക് ഒരു മകൻ ജനിച്ചു. ഇത് ആഘോഷിക്കാനായി ഒരു ഫംഗ്ഷനും നടത്തി. ആ ഫംഗ്ഷനിൽ തന്നെ ആത്മാക്കളെ ഒഴിപ്പിക്കാനുള്ള ചടങ്ങുകൾ നടന്നതായും പറയുന്നു. എന്നാൽ ഈ ആത്മാക്കൾ അവിടെ നിന്നും പോയോ ഇല്ലയോ എന്ന് ഇന്നും ആർക്കും അറിയില്ല. ഇപ്പോഴും ഈ ലീപ് കാസിൽ റെയിൻ്റെ കയ്യിലാണുള്ളത്. റെയിൻ പറയുന്നത്, ഇത്രയും അമാനുഷികമായ സംഭവങ്ങളും പല ക്രൂരമായ മരണങ്ങളും നടന്ന ഈ ഒരു കൊട്ടാരം കാണാൻ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാമെന്ന ഒരു അനുവാദവും കൊടുക്കുന്നു. ഈ അമാനുഷികമായ ലീപ് കാസിലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയുക. സത്യത്തിൽ ഇവിടെ പണ്ട് മരിച്ചുപോയുടെ ആത്മാക്കൾ ഇന്നും അശുദ്ധാത്മാക്കളായി അലയുന്നുണ്ടോ, അതോ തലമുറകളായി പറഞ്ഞു വന്ന കഥകൾ മാത്രമായിരിക്കുമോ ഇത്? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.